നമസ്കാരം. അത്ഭുതങ്ങളുടെ നാടാണ് ഗൾഫ് നാടുകൾ. അതുകൊണ്ടാണ് അനേകം ആളുകൾ ഇവിടെ ഉപജീവനം തേടിയെത്തുന്നത്. ഇപ്പോഴും ആ അവസ്ഥയ്ക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. നല്ല കാഴ്ചകളുടെ നാട് കൂടിയാണ് ഗൾഫ് നാടുകൾ. അതുതന്നെയാണ് അറേബ്യൻ സ്റ്റോറീസ് മുന്നോട്ട് പോകുന്നതിൻ്റെ കാരണവും. എല്ലാവർക്കും അറേബ്യൻ സ്റ്റോറീസിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഗൾഫ് നാടുകൾ ചുട്ടുപഴുക്കുമ്പോഴും എപ്പോഴും യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു പ്രദേശമായി മാറിയിട്ടുണ്ട് ഒമാനിലെ ചില പ്രദേശങ്ങൾ. അതിലൊന്നാണ് ഷാർഖിയ ഗവർണറേറ്റിലെ വാദി ബാനി ഖാലിദ്. ഏത് സമയത്ത് പോയാലും ഇവിടെ വെള്ളമുണ്ടാകും, നല്ല തണുപ്പുള്ള വെള്ളം. ഈ തണുപ്പുള്ള വെള്ളത്തിൽ നീന്തി കുളിച്ചാണ് പല സന്ദർശകരും ഇവിടെ നിന്ന് മടങ്ങുക. അറേബ്യൻ സ്റ്റോറീസിലെ ആദ്യ യാത്ര വാദി ബാനി ഖാലിദിലേക്കാണ്. ഈ കാഴ്ചയുടെ സുഖം നുകർന്ന് നമുക്ക് മടങ്ങിയെത്താം. ഒമാനിലെ ഷാർഖിയ ഗവർണറേറ്റിലെ വളരെ പ്രശസ്തമായ ജലാശയം ഉൾക്കൊള്ളുന്ന പ്രവിശ്യയാണ് വാദി ബാനി ഖാലിദ്. ഏതൊരു സഞ്ചാരിയെയും അതിശയിപ്പിക്കുന്ന തരത്തിലാണ് ഈ ഗ്രാമത്തിലെ നീരൊഴുക്കുകളും വെള്ളക്കെട്ടുകളും. കൂറ്റൻ മലകളാൽ ചുറ്റപ്പെട്ട ഒരു ഗ്രാമം, താഴ്വാരങ്ങളാൽ സമൃദ്ധമായ കൃഷിയിടങ്ങൾ, ഈന്തപ്പനകളും ഉരുണ്ടുകൂടിയ പാറക്കഷ്ണങ്ങൾ നിറഞ്ഞ പ്രതലവും. വളരെ സന്തോഷം നിറഞ്ഞ ഒരു സ്ഥലമാണിത്. കാരണം എന്ന് പറഞ്ഞാൽ അത്രയും മനോഹരമായ, വളരെ തെളിഞ്ഞ വെള്ളം ഒക്കെ ഉള്ള വളരെ മനോഹരമായ ഒരു പ്രദേശം. ഈ മലകൾക്കിടയിലൂടെയൊക്കെ നീർച്ചാലുകൾ ഒഴുകിക്കൊണ്ട് വളരെ സുന്ദരമായിക്കൊണ്ട് നമ്മൾ അത് ആസ്വദിക്കുകയുണ്ടായി. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ ഇന്ന് ഉച്ചക്കാണ് അവിടുന്ന് അസൈബിൽ നിന്ന് പുറപ്പെട്ടത്. ഏകദേശം 3 മണിക്കൂറുകൾ ട്രാവൽ ചെയ്തുകൊണ്ട് ഇത്രയും ദീർഘദൂര യാത്ര ചെയ്ത് ഇവിടെ എത്താൻ തന്നെ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മഹത്വത്തെപ്പറ്റി പല സ്ഥലങ്ങളിലും നമ്മൾ കേട്ടറിഞ്ഞിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും നമുക്ക് അതിനെ പറ്റിയിട്ട് പലരും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്തായാലും അവിടെ പോകണം എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ എത്തുകയും ഇവിടെ നിന്ന് നമ്മളെല്ലാവരും കൂടി നമ്മളെ മക്കളൊക്കെ അതിൽ കൂടി കുറേ കളിക്കുകയും അതിൽ വെള്ളത്തിൽ ഇറങ്ങുകയൊക്കെ ചെയ്തു. തീർച്ചയായിട്ടും നമ്മൾ പോയ സ്ഥലങ്ങളിലൊക്കെക്കാൾ കൂടുതൽ കുറച്ചും കൂടി നമുക്ക് കൂടുതലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുള്ള, കുറച്ചും കൂടി ഒരു സംതൃപ്തമായ ഒരു അവസ്ഥയിലേക്കുള്ള ഒരു സ്ഥലമായിരുന്നു യഥാർത്ഥത്തിൽ ഇത്. ഈ ഗ്രാമത്തിലെ ബഹുഭൂരിപക്ഷം സ്വദേശികളും ഈന്തപ്പന കൃഷിയാണ് നടത്തുന്നത്. വാദി ബാനി ഖാലിദിന്റെ ഇരുകരകളിലും തിങ്ങി വളരുന്ന ഈന്തപ്പനത്തോട്ടങ്ങളിൽ ബാർലിയും ഗോതമ്പും തഴച്ചു വളരുന്നു. കൃഷിക്ക് വേണ്ട വെള്ളം ഇവിടുത്തെ വാദിയിൽ നിന്നാണ് ഉപയോഗിക്കുന്നത്. 1000-നടുത്ത് വീടുകൾ മാത്രമാണ് ഈ ഗ്രാമത്തിലുള്ളത്. ഗൾഫിലെ മറ്റു പ്രദേശങ്ങളിൽ കാലാവസ്ഥ ചുട്ടുപഴുത്ത് 50 ഡിഗ്രി സെൽഷ്യസിനോട് അടുക്കുമ്പോഴും ഇവിടെ എത്തുന്നവർക്ക് ആശ്വാസം നൽകുന്നതാണ് ഇവിടുത്തെ ജലാശയത്തിന്റെ ശീതളിമ. So here is the weather is very nice. बहुत अच्छा यहाँ पे वेदर है. तो आप लोग जो पहाड़ देख रहे हैं यहाँ पे वो जो है थोड़ा डेंजरस है, बट we can climb and we can reach to our final destination. So that here is the under cave. We have a nice swimming. Okay, so we can swim very nice. It's lovely and fresh, and it's completely different from the sea. So it's really nice temperature, and it's really nice for diving. You can dive off the side, and that's what I've been doing. നീല നിറത്തിൽ തെളിഞ്ഞു കാണുന്ന വെള്ളത്തിൽ ഏതൊരു സഞ്ചാരിയും മുങ്ങിക്കുളിക്കാൻ ആഗ്രഹിക്കും. ഇപ്പോൾ ഇത്രമാത്രം ചൂടുള്ള സമയത്തും മരുഭൂമിയിലെ ഒരു പറുദീസ എന്ന് വാദി ബാനി ഖാലിദിനെ വിളിക്കുന്നതിൽ അത്ഭുതപ്പെടേണ്ടതില്ല.
ഞങ്ങൾ മസ്കറ്റിൽ നിന്ന് ഏകദേശം 300 കിലോമീറ്റർ ദൂരെ നിന്ന് ഈ സ്ഥലം അന്വേഷിച്ച് മനസ്സിലാക്കി വന്നതാണ്. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നോക്കിയപ്പോൾ വളരെയധികം സന്തോഷം തന്നു. ഇത്രയും ചൂടുള്ള 50 ഡിഗ്രിക്ക് മീതെ ചൂടുള്ള ഈ മരുഭൂമിയിൽ ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റാവുന്ന ഒരു വെള്ളം നീർച്ചാലുകളും മലയിൽ നിന്ന് ഒഴുകി വന്നുകൊണ്ടിരിക്കുന്ന നല്ല കണ്ണീര് പോലത്തുള്ള വെള്ളം കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം അത്ഭുതകരമായൊരു സംഭവം തന്നെയാണ്. ഏതൊരു ഫാമിലിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് എൻജോയ് ചെയ്യാവുന്നതാണ്. ഇവിടെ വരുന്നവർ ഇത് സ്ഥലം കണ്ടിരിക്കുന്നത് വളരെയധികം മനസ്സിന് കുളിർമയുള്ളതാണ്. നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ മരുഭൂമിയുള്ള സ്ഥലത്ത് ഇങ്ങനെ കാണുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപൂർവമാണ്. വളരെയധികം മനസ്സിന് കുളിർമയുണ്ട്. വെള്ളം വളരെ നീല കളറുള്ള വെള്ളമാണ് മലമ്പ്രദേശത്ത് നിന്ന് ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ സ്ഥലം ഏതൊരു ഫാമിലിയും വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് എൻജോയ് ചെയ്യാവുന്നതാണ്. കുളിക്കാം. നല്ല കണ്ണീര് പോലത്തെ വെള്ളമാണ് അവിടെ ഉള്ളത്. ഒമാനിൽ 1000-ലേറെ വാദികളുണ്ടെന്നാണ് കണക്കുകൾ. അതിൽ മിക്കതും മഴ പെയ്യുമ്പോൾ മാത്രം വെള്ളം നിറയുന്നവയാണ്. വാദി ബാനി ഖാലിദിൽ മഴയില്ലെങ്കിലും ആവശ്യത്തിന് വെള്ളമുണ്ടാകും. ഈ പ്രദേശത്തിന് വാദി ബാനി ഖാലിദ് എന്ന് പേര് വന്നതിന് പിന്നിൽ ഒരു ചെറുകഥയുണ്ട്. പഴയ ഓട്ടോമൻ സാമ്രാജ്യത്തിലെ ബാനി ഖാലിദ് എന്ന ഗോത്രവിഭാഗം സൗദി അറേബ്യയിൽ നിന്നും ഈ പ്രദേശത്തെത്തിയെന്ന് ചരിത്രം പറയുന്നു. ഒമാനിലെ ഏറ്റവും വലിയ വാദി കൂടിയാണ് വാദി ബാനി ഖാലിദ്. Normally, the tourists are coming from the October to till April, May. This time, the most of tourists are coming from Europe, German, France, Swiss. Many Europe countries people are coming and enjoying to see the place and swimming. Locals people are very nice in this area. They are very helpful and they are helping the tourists and they are helping everybody. They are very nice people. I love the circumstances of the Wadi Bani Khalid. It's very beautiful sight, and if it's sunny, we'd love to try the swimming and diving. മസ്കറ്റിൽ നിന്നും 255 കിലോമീറ്റർ യാത്ര ചെയ്താൽ വാദി ബാനി ഖാലിദിൽ എത്തിച്ചേരാം. ഇവിടെ എത്തിച്ചേരുന്ന ആർക്കും നിരാശരായി മടങ്ങേണ്ടി വരില്ല. അതാണ് ഇവിടേക്ക് സഞ്ചാരികൾ കുതിച്ചെത്തുന്നതിന്റെ കാരണം. അത്രമാത്രം മനസ്സിനും ശരീരത്തിനും കുളിർമ നൽകുന്ന ഒരു അനുഭവമാണ് വർഷത്തിലെ 365 ദിവസങ്ങളിലും വാദി ബാനി ഖാലിദ് നമുക്ക് സമ്മാനിക്കുക. കണക്കിൽ മിടുക്കർക്ക് ഏതു സ്ഥലത്തും നല്ല സ്ഥാനം കിട്ടും. ഷാർജയിലെ റോഷൻ രമേശ് അത്തരത്തിൽ ഒരാളാണ്. 22-ാം വയസ്സിൽ ഇന്ത്യയിലെ CAക്ക് തുല്യമായ ലണ്ടനിലെ CA പരീക്ഷ എഴുതി വിജയിച്ചിരിക്കുകയാണ് റോഷൻ. വെറും വിജയമല്ല, ഏതാണ്ട് 160-ലധികം രാജ്യങ്ങളിൽ നിന്നും 1.5 ലക്ഷത്തിലേറെ പേർ എഴുതിയ പരീക്ഷയിലാണ് റോഷൻ രമേശ് എന്ന ഷാർജക്കാരൻ ഒന്നാമതെത്തിയത്. പാതി മലയാളിയായ റോഷൻ രമേശിന്റെ കണക്കിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇനി. Robots, if they come, they'll primarily be important for carrying out routine tasks, so that you don't need to spend manpower on routine tasks, which can be done much faster by robots. Secondly, we need humans because finance and accounting, audit, any field, and for that matter, requires a lot of judgment. You need to make some important decisions, which I don't think robots will be able to make. ഷാർജയിൽ ജനിച്ചു വളർന്ന റോഷൻ രമേശ് ഇവിടെയുള്ള ഡൽഹി പ്രൈവറ്റ് സ്കൂളിലെ പഠനത്തിന് ശേഷം ലണ്ടനിലെ വാർവിക് ബിസിനസ് സ്കൂളിൽ നിന്നും അക്കൗണ്ടിങ്ങും ഫിനാൻസും ചേർത്ത് ബിരുദം സ്വന്തമാക്കി. പിന്നീടാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകാനുള്ള പരിശ്രമം തുടങ്ങിയത്.
ഷാർജ തുറമുഖത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന ഗൾഫ് ടൈനർ കമ്പനിയുടെ ഗ്രൂപ്പ് ഡയറക്ടറും ചാർട്ടേഡ് അക്കൗണ്ടന്റുമായ അച്ഛൻ രമേശ് ശിവകുമാറിന്റെ സ്വാധീനവും ഇതിനു വഴിവെച്ചു. I think since my school days, even I've been inspired, to pursue this field. Well, firstly, because I've also always been attached to numbers, maths. I've been doing well in maths at school, even in university. So all these factors, kind of pushed me towards chartered accountancy. And I think that was the main influential factor. And he used to tell me a lot about his experiences while working in the audit field. And these are the things which made me realize that even I want to be in this field. So that's the way he influenced me to pursue chartered accountancy and work in the audit area. ഇന്ത്യയിലെ CA പരീക്ഷ പോലെ ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ICAEW നടത്തിയ പരീക്ഷകളിൽ ഒന്നാമനായി കുതിക്കുകയാണ് റോഷൻ രമേശ്. I'm a very ambitious person. I hope to be the CEO of major global company someday, because I believe that if you're working hard, you might as well work hard all the way to the top. And that's my main philosophy: work hard and reach the top. So hopefully, my aim is to continue working hard, do my best in whichever field I'm in, and hopefully someday, become the CEO of a global company. ഓഡിറ്റ്, അഷുറൻസ് വിഷയങ്ങളിൽ ഒന്നാമനാകുന്നവർക്ക് ലഭിക്കുന്ന വാട്സ് പ്രൈസും ഈ യുവാവ് കരസ്ഥമാക്കി. My main advice is you have to work hard. That's the first thing. Without hard work, you can't get anywhere. So that's the first thing. You have to work hard. Secondly, try getting a passion for what you're doing, because when you have a passion for what you're doing, you'll automatically feel like you're pursuing it further. And lastly, you just have to remain dedicated. Manage your time properly. Manage your time properly and just keep focusing on what you're doing. Yep. So it's mainly hard work, dedication, passion, and focus. These 4 things, in my opinion. So follow these 4 and you should be good. പാലക്കാടുകാരിയായ സുകന്യയാണ് രമേശിന്റെ അമ്മ. 160-ൽ പരം രാജ്യങ്ങളിൽ നിന്നായി 1.5 ലക്ഷത്തിലേറെ പേർ എഴുതിയ പരീക്ഷകളിലാണ് ഈ ഷാർജയിലെ പ്രവാസി ഒന്നാമനായത്. I think over a period of time, especially in the working world, this change is important, because instead of wasting time, manually working out different calculations, you must have some software whereby you can easily do large, complicated calculations, at the click of a button. But at the same time, the ability to exercise mental maths is also important, as you just said. So in my opinion, in school, maybe till 10th standard, they should teach with the aim of making students use the paper and pencil and the mind. But after that, everybody has the basic mental math ability. So after that, it should be more calculator based and using Excel or other calculation softwares. പുറം നാട്ടിൽ ജനിച്ചു വളർന്നതിനാൽ മലയാളം രമേശിന് വഴങ്ങില്ല. അച്ഛന്റെ ഭാഷയായ തമിഴും പിന്നെ ഹിന്ദിയും ഇംഗ്ലീഷുമാണ് വീട്ടിലെ സംസാര ഭാഷകൾ. ദുബായിലെ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് എന്ന സ്ഥാപനത്തിൽ സെപ്റ്റംബറിൽ ജോലി ചെയ്തു തുടങ്ങുകയാണ് കണക്കിനെ ഏറെ ഇഷ്ടപ്പെടുന്ന റോഷൻ രമേശ്.